ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 3ൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ 12ാമത്തെ ചാപ്റ്ററാണ് SEO, സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്താണെന്നുള്ളത്, അതിൻ്റെ മീനിങ്, പ്രോസസ്സ്, അതിൻ്റെ റോള്, അതിൻ്റെ ടൈപ്സ്, ഡിഫറൻസ്, ഓൺ പേജും ഓഫ് പേജും തമ്മിൽ ഡിഫറൻസ്. ഇത്രയാണ് ഈ ഒരു 12th ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ചാപ്റ്റർ നോക്കാം. ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് SEO. ഇത് നമ്മൾ കുറേ ആയിട്ട് ചാപ്റ്ററിൽ കാണുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചോളാം. സിമ്പിൾ ഡെഫിനേഷൻ എന്താണെന്നൊന്ന് പഠിച്ചു വയ്ക്കുക. അതായത് ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ട്രാഫിക് ടു ദ വെബ്സൈറ്റ് ത്രൂ ഓർഗാനിക് സെർച്ച് എൻജിൻ റിസൾട്ട്സ്. ഓർഗാനിക് സെർച്ച് എൻജിൻ റിസൾട്ട്സിലൂടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക്കിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസിനെയാണ് എന്ത് പറയുന്ന സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, ക്വാണ്ടിറ്റിക്കും ക്വാളിറ്റിക്കും. ട്രാഫിക് ആസ് ഗോൾസ് ഓഫ് SEO. അപ്പോൾ ഇതിൽ പിന്നെ പഠിക്കേണ്ടത് ഈ ഒരു ഡെഫിനേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. അതിനുശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോസസ്സ് ഓഫ് SEO. ഈ ഒരു പ്രോസസ്സ് പഠിച്ചു വയ്ക്കുക. സെർച്ച് എൻജിനിൽ ആദ്യം നമ്മൾ കൊടുക്കുന്നത് കീവേഡ് റിസർച്ചാണ്. പിന്നീട് അത് ഓൺ പേജ് ഓപ്റ്റിമൈസേഷനിലേക്ക് പോകും. അതിനുശേഷം ഓഫ് പേജ്, പിന്നെ ടെക്നിക്കൽ SEO, ലാസ്റ്റ് മോണിറ്ററിങ് ആൻഡ് അനാലിസിസ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ കീവേഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും SEOൻ്റെ ഫൗണ്ടേഷനാണിത്. ഇതിൽ റിസർച്ച് ചെയ്യാണ്, ഐഡൻറ്റിഫൈ ചെയ്യുക ഏതാണ് ഇപ്പം റെലവൻ്റ് ആയിരിക്കും ഒരു കീവേഡ് എന്നുള്ളത്. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഓർ വിസിറ്റേഴ്സ് മൈറ്റ് യൂസ് നമ്മുടെ ആ ഒരു ചാനലിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ സൈറ്റിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നതിന് വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യുന്ന കീവേഡ്സ് എന്തൊക്കെയാണ്, ആ ഒരു സ്റ്റാർട്ടിങ്ങിനാണ് കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. അവിടെ സെർച്ച് ചെയ്യുക, അതിൻ്റെ ഇൻറ്റൻറ്റ് എന്താണ്, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കീവേഡ് റിസർച്ച് കഴിഞ്ഞാൽ ഓൺ പേജ് ഓപ്റ്റിമൈസേഷനിലേക്കാണ് പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ വെബ് പേജിനെയും ഓപ്റ്റിമൈസ് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യുക, അവരുടെ റെലവൻസ്, അതിൻ്റെ വിസിബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും കണ്ടൻറ് ഓപ്റ്റിമൈസേഷൻ, കണ്ടൻറ് ഹൈ ക്വാളിറ്റി ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, വാല്യുബിൾ കണ്ടൻറ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മെറ്റാ ടാഗ്സ് ആണ് വരുന്നത്. മെറ്റാ ടാഗ് എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമൈസിങ് മെറ്റാ ടൈറ്റിൽ ടാഗുകൾ, മെറ്റാ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക, URL സ്ട്രക്ചർ കൊടുക്കുക, കുറച്ചുകൂടി ക്ലീൻ ആൻഡ് കീവേഡ് റിച്ച് ആയിട്ടുള്ള URL. യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻറ്റേർണൽ ലിങ്കിങ് കൊടുക്കുക, ലിങ്കിങ് ടു അതർ റെലവൻറ്റ് പേജസ്, അതും കുറച്ചുകൂടി നല്ലതായിരിക്കും. ആൻഡ് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഓഫ് സ്റ്റേജ് ആയിട്ടുള്ള ഓപ്റ്റിമൈസേഷൻ, ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ. ഇവിടെ വരുന്നത് ഔട്ട്സൈഡ് ദ വെബ്സൈറ്റ് ആണ്, മറ്റത് ഇൻസൈഡ് ദ വെബ്സൈറ്റ് ആയിരുന്നു. ഇത് വെബ്സൈറ്റിൻ്റെ പുറത്ത് നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ അതോറിറ്റിയും ക്രെഡിബിലിറ്റിനെയും ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും ലിങ്ക് ബിൽഡിംഗ് ആണ്, പിന്നെ സോഷ്യൽ സിഗ്നൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ടെക്നിക്കൽ SEO ആണ് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്നത്. അതായത് സൈറ്റിൻ്റെ സ്പീഡ്, മൊബൈൽ ഓപ്റ്റിമൈസേഷൻ, പിന്നെ അതേപോലെ തന്നെ HTTPS, സ്ട്രക്ചേർഡ് ഡാറ്റ, ഇതൊക്കെയാണ് ടെക്നിക്കൽ വശങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മോണിറ്ററിങ് ആൻഡ് അനാലിസിസ് ആണ് വരുന്നത്. കൃത്യമായിട്ട് ആ ഒരു വെബ്സൈറ്റ് പെർഫോമൻസ് നോക്കുക, കീവേഡിൻ്റെ റാങ്കിങ് എങ്ങനെ നോക്കുക, ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻസ് ചെയ്യുക. ഇത്രയാണ് 5 സ്റ്റെപ്പുകൾ SEOയുടെ പ്രോസസ്സിൽ വരുന്നത്. ഇനി ഇങ്ങനെ ഒരു SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുമ്പം അതിൻ്റെ റോൾ എന്ന് പറയുന്നത് വിസിബിലിറ്റി നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ആവുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രൈവിംഗ് ഓർഗാനിക് ട്രാഫിക് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. കൂടുതലായിട്ട് ഓർഗാനിക് ട്രാഫിക്കിനെ അട്രാക്റ്റ് ചെയ്യുക, പല സെർച്ച് എഞ്ചിനിൽ നിന്നും ഇതിനെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതുവഴി നമുക്ക് ആ ഒരു SEO റെഡ്യൂസസ് റിലയൻസ് ഓൺ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിനൊക്കെ വല്ലാതെ റിലൈ ചെയ്യാനുള്ള ചാൻസ് അവിടെ കുറവാണെന്നുള്ളതാണ് പറയുന്നത്. ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, നല്ല രീതിയിലൊരു വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. യൂസർ എക്സ്പീരിയൻസ് എൻഹാൻസ്മെൻറ്റ്, യൂസർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുക, നല്ലൊരു പെർഫോമൻസ്, സ്പീഡ്, കണ്ടൻറ്റ്, ഇംപ്രൂവിങ് ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുക.
സപ്പോർട്ട് മാർക്കറ്റിംഗ് ഗോൾസ്, അതേപോലെ ബ്രാൻഡ് അവയർനെസ്, ലീഡ് ജനറേഷൻ, കസ്റ്റമർ അക്വിസിഷൻ, അതെല്ലാം സപ്പോർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് SEO, അതിൻ്റെ പ്രോസസ്സ് 5 സ്റ്റെപ്പ്, അതിൻ്റെ റോള് 5 പോയിന്റുകൾ. ഇനി പറയുന്നത് ടൈപ്സ് ആണ്. പ്രധാനമായിട്ടും SEO ഏതൊക്കെ ടൈപ്പിലാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ 8 പോയിന്റ് ആയിട്ടാണ് ഇവിടെ ടൈപ്പ് പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൺ പേജ് ആണ് കേട്ടോ. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓൺ പേജ് SEO ആണ്. ഈ ഒരു ടൈപ്പിൽ പ്രധാനമായിട്ടും ഓപ്റ്റിമൈസ് ചെയ്യണം ഇൻഡിവിജ്വൽ വെബ് പേജിനെ, അവൻ്റെ സെർച്ച് എഞ്ചിൻ റാങ്കിങ്സ് എൻഹാൻസ് ചെയ്യുക, കൂടുതൽ റെലവൻറ്റ് ട്രാഫിക് അട്രാക്ട് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിനെ പ്രധാനമായിട്ടും റിഫൈൻ ചെയ്യണം. അതായത് മെറ്റാ ടാഗ്സ്, ഹെഡേഴ്സ്, കണ്ടന്റ് ആൻഡ് ഇമേജസ് ടു മേക്ക് ദം മോർ അപ്പീലിംഗ് ടു സെർച്ച് എഞ്ചിൻസ് ആൻഡ് യൂസേഴ്സ്. കീവേഡ് ഓപ്റ്റിമൈസ് ചെയ്യുക, യൂസർ ഫ്രണ്ട്ലി ആക്കുക, കൂടുതൽ ബെറ്റർ വിസിബിലിറ്റി കൊടുക്കുക, അതൊക്കെയാണ്. ഓഫ് പേജ് SEO എന്ന് പറയുമ്പം കണ്ടക്റ്റഡ് ഔട്ട്സൈഡ് ദ വെബ്സൈറ്റ് ആണ്. ഇംപ്രൂവ് ഈ സെർച്ച് എഞ്ചിൻ റാങ്കിങ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക, ബിൽഡിങ് ലിങ്ക് ബിൽഡ് ചെയ്യുക, അക്വയറിങ് ഹൈ ക്വാളിറ്റി ബാക്ക് ലിങ്ക്സ് ഒക്കെ അതോറിറ്റേറ്റീവ്സ് ആയിട്ടുള്ള സൈറ്റിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി ബൂസ്റ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുക, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇൻഫ്ലുവൻസ് ഔട്ട്റീച്ച്, അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ. ടെക്നിക്കൽ SEO ഇപ്പോൾ നമ്മൾ നോക്കി തന്നെയാണ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന HTTPS ആൻഡ് SSL ആണ്. പിന്നെ പറഞ്ഞത് ലോക്കൽ SEO ആണ്. ലോക്കൽ SEO എന്ന് പറയുമ്പം അതൊരു വെബ്സൈറ്റ് ഫോർ ലോക്കൽ സെർച്ച് റിസൾട്ട്സ് ആണ്. ടാർഗറ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് ജോഗ്രഫിക് ഏരിയ, ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തുള്ള ആളുകൾക്ക് അവരുടെ ആ പ്രദേശത്തിലെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ ഓപ്റ്റിമൈസ് ചെയ്യുക ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ പറഞ്ഞിട്ട്, മാനേജിങ് ലോക്കൽ സൈറ്റേഷൻസ്. ലോക്കൽ SEO is crucial for business that rely on local customers. പിന്നെ വോയിസ് സെർച്ച് SEO ഉണ്ട്. അവിടെ കണ്ടന്റിനെ വോയിസ് സെർച്ച് റിസൾട്ട് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വോയിസ് ആക്ടിവേറ്റ് ചെയ്യുക, ഡിവൈസസ് ലൈക്ക് സ്മാർട്ട് സ്പീക്കേഴ്സ് ആൻഡ് വെർച്വൽ അസിസ്റ്റൻസ് ബിക്കം മോർ പോപ്പുലർ. യൂസേഴ്സ് ഇൻക്രീസിംഗ്ലി യൂസിങ് നാച്ചുറൽ ലാംഗ്വേജ് ക്വറീസ്, കോൺവെർസേഷണൽ സെർച്ച് പാറ്റേൺസ്, അതായത് അവർക്ക് ടൈപ്പിംഗ് അല്ലെങ്കിൽ വേർഡ്സ് യൂസിനേക്കാട്ടിലും കൂടുതൽ വോയിസ് യൂസ് ചെയ്തുകൊണ്ടാണ് അവർ സെർച്ച് ചെയ്യുന്നത്. ആൻഡ് കൊമേഴ്സ് SEO വരുന്നുണ്ട്. ഇവിടെ ഓൺലൈൻ സ്റ്റോറുകളും പ്രൊഡക്റ്റ് പേജസും ഒക്കെയാണ്. വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, സെർച്ച് എൻജിൻസ് യൂസ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനെ ഓപ്റ്റിമൈസ് ചെയ്യുക, കാറ്റഗറി പേജസ്, ഇമേജസ് ആൻഡ് സൈറ്റ് സ്ട്രക്ചർ നാവിഗേറ്റ് ചെയ്യുക, എൻഹാൻസ് യൂസർ എക്സ്പീരിയൻസ്, ഒക്കെയാണ് ഇവിടെ കൊമേഴ്സ് SEOയിൽ പറയുന്നത്. കണ്ടന്റ് SEOയിൽ പറയുന്നത് ക്രിയേറ്റിംഗ് ആൻഡ് ഓപ്റ്റിമൈസിങ് ഹൈ ക്വാളിറ്റി റെലവൻറ്റ് കണ്ടന്റ് ടു ഇംപ്രൂവ് സെർച്ച് റാങ്കിങ്സ് ആൻഡ് എൻജിൻ യൂസേഴ്സ്. അതായത് ഇതിൽ പ്രധാനമായിട്ടും കണ്ടന്റ് എന്ന കീവേഡ് റിസർച്ചും കണ്ടന്റ് ക്രിയേഷനും ഓൺ പേജ് ഓപ്റ്റിമൈസേഷനുമാണ് ഇതിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നതാണ് മൊബൈൽ SEO എന്ന് പറയുന്നത്. മൊബൈൽ SEOയിൽ ഫോക്കസ് ചെയ്യുന്നത് ഓപ്റ്റിമൈസിങ് വെബ്സൈറ്റ് ടു എൻഷുർ ഇറ്റ് പെർഫോമൻസ് വെൽ ഓൺ മൊബൈൽ ഡിവൈസസിൽ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, സീംലെസ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ യൂസേഴ്സിന്, സ്മാർട്ട് ഫോൺസും ആൻഡ് ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ആ സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റാം. മൊബൈൽ ഇൻ്റർനെറ്റ് യൂസേജ് കണ്ടിന്യൂസ് ടു റൈസ്. മൊബൈൽ SEO ഹാസ് ബിക്കം ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. 8 ടൈപ്പാണ് പറയുന്നത്. essay ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 5-6 മാർക്കിനായിട്ടും ചോദിക്കാം. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മേജർ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. 10 പോയിന്റ് വരുന്നുണ്ട്. സോ essay ഒക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഓൺ പേജും ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ തമ്മിൽ ഡിഫറൻസ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് മീനിങ്ങിൻ്റെ ബേസിസിലാണ് പറയുന്നത്. ഓൺ പേജ് ആണെങ്കിൽ റെഫേഴ്സ് ടു ദ ആക്ഷൻസ് ടേക്കൺ ഡയറക്ട്ലി വിതിൻ എ വെബ്സൈറ്റ് ടു ഇംപ്രൂവ് ഇറ്റ് സെർച്ച് എഞ്ചിൻ റാങ്കിങ്സ്. അതായത് ഡയറക്റ്റായിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ ആ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ സെർച്ച് എഞ്ചിൻ റാങ്കിങ്സിനെ ഇംപ്രൂവ് ചെയ്യാം. അതേപോലെ ഓഫ് പേജ് ആണെങ്കിൽ ഓപ്റ്റിമൈസേഷൻ റെഫേഴ്സ് ടു ആക്ഷൻസ് ടേക്കൺ ഔട്ട്സൈഡ് ഓഫ് ദ വെബ്സൈറ്റ്. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. സെർച്ച് എഞ്ചിൻ റാങ്കിങ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ ഒന്ന് ഇൻസൈഡ് ആണ്, മറ്റൊന്ന് ഔട്ട്സൈഡ് ആണ് എന്നുള്ള വ്യത്യാസം മാത്രമാണ് അവിടെ വരുന്നത്. ഇവിടെ വിത്തിൻ എ വെബ്സൈറ്റ്, ഇവിടെ ഔട്ട്സൈഡ് ദ വെബ്സൈറ്റ്. ഓക്കെ, രണ്ടാമത് കൺട്രോളിൻ്റെ ബേസിസിലാണ്. ഓൺ പേജിനെ നമുക്ക് ഡയറക്റ്റ്ലി മാനേജ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം അതിൻ്റെ വെബ്സൈറ്റ് ഓണർക്ക് അല്ലെങ്കിൽ വെബ് മാസ്റ്റർക്ക്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ചേഞ്ചസ് ആൻഡ് എലമെൻറ്റ്സ് ഒക്കെ അവിടെ വരുത്താം. പക്ഷേ ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ ആകുമ്പോൾ അവിടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദാറ്റ് ആർ ബിയോണ്ട് ദ ഡയറക്റ്റ് കൺട്രോൾ. ഇവിടെ ഡയറക്റ്റ് കൺട്രോളാണ്, മറ്റത് ബിയോണ്ട് ഡയറക്റ്റ് കൺട്രോൾ ആയിരിക്കും. ഇനി ഫോക്കസിൻ്റെ ബേസിസിൽ
ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ ആണെങ്കിൽ ഇൻഡിവിജ്വൽ വെബ് പേജ് ഒക്കെ എൻഹാൻസ് ചെയ്യാം, റെലവൻസും യൂസബിലിറ്റിയും ഒക്കെ സെർച്ച് എൻജിൻസും യൂസേഴ്സും യൂസ് ചെയ്തിട്ട്. എന്നാൽ അതേസമയം ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ ആണെങ്കിലോ അവിടെ ബിൽഡ് ദ വെബ്സൈറ്റ്സ് അതോറിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ ത്രൂ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അതോറിറ്റിയും റെപ്യൂട്ടേഷനും ഒക്കെ ബിൽഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വഴിയായിരിക്കും. അക്വയറിംഗ് ബാക്ക് ലിങ്ക്സ് ആൻഡ് എൻഗേജിങ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ്. ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ ആണെങ്കിൽ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കീവേഡ് റിസർച്ചും ഹൈ ക്വാളിറ്റി കണ്ടന്റ് ക്രിയേഷനും ഓപ്റ്റിമൈസ്ഡ് ടൈറ്റിൽ ടാഗ്സും മെറ്റാ ഡിസ്ക്രിപ്ഷൻസും ഹൈറാർക്കിക്കൽ ഹെഡർ ടാഗും ഓപ്റ്റിമൈസ്ഡ് ഇമേജസും ഇന്റേണൽ ലിങ്കിങ്ങും സ്കീമ മാർക്കപ്പ് ഇംപ്ലിമെൻറ്റേഷനും റെഗുലർ കണ്ടന്റ് അപ്ഡേറ്റ്സിലൂടെയൊക്കെയാണ് ഉള്ള ടെക്നിക്കാണ് ഓൺ പേജിൽ യൂസ് ചെയ്യുന്നത്. ഓഫ് പേജ് ഓപ്റ്റിമൈസേഷനിലേക്ക് വരുമ്പം അവിടെ ഹൈ ക്വാളിറ്റി ബാക്ക് ലിങ്ക്, ലിവറേജിങ് സോഷ്യൽ മീഡിയ ഫോർ വിസിബിലിറ്റി, ഗസ്റ്റ് ബ്ലോഗിങ്സ്, ഇതൊക്കെയാണ് കൊളാബറേറ്റിംഗ് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ്, മാനേജിങ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ. ഇതിൻ്റെ ഈ ടൂൾസാണ് അവർ ഓഫ് പേജ് ഓപ്റ്റിമൈസേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ മെട്രിക്സ്. എന്ത് മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ സക്സസ് ഈസ് ഓഫൺ മെഷേർഡ് ത്രൂ മെട്രിക്സ് സച്ച് ആസ്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓർഗാനിക് ട്രാഫിക്, ബൗൺസ് റേറ്റ്, ടൈം ഓൺ പേജ് ആൻഡ് റാങ്കിങ് ഇൻഡിവിജ്വൽ പേജ് ഓഫ് സ്പെഷ്യലി കീവേഡ്സ്. ഇത്രയാണ് സക്സസിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഓൺ പേജ് ഓപ്റ്റിമൈസേഷനിൽ ഉപയോഗിക്കുന്നത്. ഓഫ് പേജ് ഓപ്റ്റിമൈസേഷനിൽ പ്രധാനമായിട്ടും അവിടെ നോക്കുന്നത് ക്വാളിറ്റി ഓഫ് ബാക്ക് ലിങ്ക്, ഡൊമൈൻ അതോറിറ്റി, ബ്രാൻഡ് മെൻഷൻസ്, സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ് മെട്രിക്സ്. സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓവറോൾ ഇംപ്രൂവ്മെൻ്റ് ആണ് സെർച്ച് എൻജിൻ റാങ്കിങ്സിൽ നോക്കുന്നത്. ഇതാണ് സക്സസ്സിനെ മെഷർ ചെയ്യുന്നത്. ആറാമത്തെ പോയിന്റിൽ ലോങ് ടേമും ഷോർട്ട് ടേമും ആണ്. ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആണ് സെർച്ച് എൻജിൻ റാങ്കിങ്സിൽ കൊടുക്കുന്നത്. കണ്ടന്റ് സ്ട്രക്ചർ, ടെക്നിക്കൽ എലമെൻറ്റ്സ് ഒക്കെ. ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ ആണെങ്കിൽ അതൊരു ലോങ്ങർ ടേം ഇമ്പാക്റ്റ് ആണ് കൊടുക്കുന്നത്. ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് കണ്ടന്റ് ഡിപ്പെൻഡൻസി ആണ്. ഓൺ പേജ് ക്വാളിറ്റിക്കും റെലവൻസിനും സ്ട്രക്ചറിനും ആണ് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓഫ് പേജിലാണെങ്കിൽ അവിടെ ലെസ് ഡിപ്പെൻഡൻ്റ് ആണോ കണ്ടൻറ്റിൻ്റെ മുകളിൽ. വിത്തിൻ ദ വെബ്സൈറ്റ് ഇറ്റ് സെൽഫ് മോർ ഫോക്കസ്ഡ് ഓൺ ഹൗ ദ വെബ്സൈറ്റ് ഈസ് പെർസീവ്ഡ്, എങ്ങനെ ആ വെബ്സൈറ്റിനെ നമ്മൾ നോക്കി കാണുന്നു. റെഫറൻസ് എക്സ്റ്റേണലി സച്ച് ആസ് ത്രൂ ബാക്ക് ലിങ്ക്സ് ആൻഡ് സോഷ്യൽ സിഗ്നൽസ്. എട്ടാമത്തെ പോയിന്റിൽ റിസ്ക് ഫാക്ടറാണ്. ഓൺ പേജ് ഓപ്റ്റിമൈസേഷനിൽ ലോവർ റിസ്ക് ആണ്, ഇൻവോൾവിങ് ഡയറക്റ്റ് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഓവർ വെബ്സൈറ്റ് എലമെൻറ്റ്സ്. അതേസമയം ഓഫ് പേജിലാണെങ്കിൽ ഹയർ റിസ്ക് ആണ്, പെർട്ടിക്കുലർലി യൂസിങ് അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ റിസ്ക് അവിടെ കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. ഒൻപതാമത്തെ പോയിന്റ് പറയുന്നത് വാലിഡിറ്റി ഇമ്പാക്റ്റ് ആണ്. ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ ആണെങ്കിൽ ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നു ഹൗ വെൽ ഇൻഡിവിജ്വൽ പേജസ് ആർ റാങ്ക്ഡ് ഫോർ സ്പെസിഫിക് കീവേഡ്സ്, ഇൻഫ്ലുവൻസിങ് വിസിബിലിറ്റി ഇൻ സെർച്ച് എൻജിൻ റിസൾട്ട്സ്, ടാർഗറ്റഡ് സെർച്ചസ്. ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ ആണെങ്കിൽ ഓവറോൾ ഡൊമെയിൻ അതോറിറ്റീനെയാണ് ക്യാൻ ലീഡ് ബ്രോഡർ ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നത്. പത്താമത്തെ പോയിന്റിൽ യൂസർ എക്സ്പീരിയൻസ് കണക്ഷൻസ് ആണ്. ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ ആണെങ്കിൽ ക്ലോസ്ലി ടൈഡ് ടു യൂസർ എക്സ്പീരിയൻസ്, ഓപ്റ്റിമൈസിങ് സൈറ്റ് സ്പീഡ്, മൊബൈൽ റെസ്പോൺസീവ്നെസ് ആൻഡ് കണ്ടന്റ് ലേഔട്ട് ഡയറക്ട്ലി അഫക്റ്റ് ഹൗ യൂസേഴ്സ് ഇൻട്രാക്ട് വിത്ത് ദ സൈറ്റ്. ഓഫ് പേജ് ആണെങ്കിലോ അവിടെ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു യു എക്സ്. യു എക്സ് എന്ന് ഉദ്ദേശിച്ചത് യൂസർ എക്സ്പീരിയൻസ് ആണ്. ഡ്രൈവിംഗ് മോർ ട്രാഫിക് ടു ദ സൈറ്റ് ത്രൂ എക്സ്റ്റേണൽ ലിങ്ക്സ് ആൻഡ് സോഷ്യൽ മീഡിയ which can lead to more user engagement and interaction with the site's content. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നിർബന്ധമായും പഠിക്കേണ്ടത് എന്താണ് ഡെഫിനേഷൻ SEOൻ്റെ, ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ എന്താണ്, ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ എന്താണ്, കണ്ടന്റ് CEO എന്താണ്, ടെക്നിക്കൽ SEO, ലോക്കൽ SEO, മൊബൈൽ SEO, ഇ-കൊമേഴ്സ് SEO, ഓൺ പേജ് ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ ഡിഫറൻസ് പഠിക്കുക, പ്രൈമറി ഫോക്കസ് പഠിക്കുക.
ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഷോർട്ട് എസ്സേയിലേക്ക് പോകുമ്പം അവിടെ അതിൻ്റെ മൾട്ടി ഫേസിറ്റഡ് റോളാണ് നോക്കുക. ഒന്നിലധികം റോളുകൾ ചെയ്യുന്നുണ്ട് അല്ലേ. അതിൻ്റെ കോംപ്രിഹെൻസീവ് പ്രോസസ്സ് നോക്കുക. ഡിഫറൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. അതൊരു 10 പോയിൻ്റാണ് പറയുന്നത്. ലോങ് എസ്സേയിലും വരുന്നത് ഡിഫറൻസ് തന്നെയാണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺ പേജ് ആൻഡ് ഓഫ് പേജ്, വേരിയസ് ടൈപ്സ് ഏതാണെന്നുള്ളത് അവിടെ ചോദിക്കാം. ആൻഡ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓഫ് പേജും ഓൺ പേജും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ, അതായത് മൊഡ്യൂൾ 3 വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് SEO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും പോയിന്റുകൾ ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ പ്രോസസ്സ്, ഓഫ് പേജ് ഓൺ പേജ് ഡിഫറൻസുകൾ, അതേപോലെ തന്നെ അതിൽ നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ റോള്. ഓക്കെ, പിന്നെ ടൈപ്സ് ആണ് പ്രധാനമായിട്ട് വരുന്നത്.